കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയ്ക്കായി കെട്ടിയ വടം തട്ടി വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കേബിളിൽ തട്ടിയുള്ള അപകടങ്ങളൊക്കെ കൊച്ചിയിൽ പതിവാണ്. ഇതിപ്പോൾ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ കെട്ടിയ വടത്തിൽ തട്ടി ഒരാളുടെ ജീവൻ പൊലിയുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? പള്ളിമുക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇന്നലെ ഈ പ്രധാനമന്ത്രി വരുന്നതിന് മുന്നോടിയായി രവിപുരം റോഡ് ഇന്നലെ വടം കെട്ടി ഗതാഗതം നിരോധിച്ചിരുന്നു. ഈ സ്ഥലത്തുകൂടിയാണ് ഈ വടുതല സ്വദേശിയായിട്ടുള്ള മനോജ് ഉണ്ണി കടന്നു വരുന്നത്. പോലീസ് ഈ വാഹനം ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി, സുരക്ഷാ ബാരിക്കേഡിന് ഒരുക്കിയിട്ടുള്ളതിന്റെ ഭാഗമായി വാഹനം കൈ കാണിച്ചു. പക്ഷേ ഈ മനോജ് ഉണ്ണി വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പോകുമ്പോഴാണ് ഈ റോഡിൽ സുരക്ഷയുടെ ഭാഗമായി, പ്രധാനമന്ത്രി വരുന്ന സുരക്ഷയുടെ ഭാഗമായി കെട്ടിയിരുന്ന വടത്തിൽ കുരുങ്ങി താഴെ വീണത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോലീസ്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുന്നോടിയായി വലിയ സുരക്ഷാ സംവിധാനം കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം നിലവിൽ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. 9 മണിയോടുകൂടി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് വേണ്ടി പോവുകയും ചെയ്യും. അതിനു മുന്നോടിയായാണ് രവിപുരം പള്ളിമുക്ക് ഭാഗങ്ങളിൽ ഈ കയർ വലിച്ചു കെട്ടി ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. അത് രാവിലെ തന്നെ പൊതുജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം രാത്രിയിൽ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോൺവോയ് കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സുരക്ഷാ സംവിധാനം. അതിൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. പോലീസ് കൈ കാണിച്ചു അവിടെ വാഹനം നിർത്തുന്നതിന് വേണ്ടി. പക്ഷേ മനോജ് ഉണ്ണി വാഹനം നിർത്താതെ ഈ സുരക്ഷാ മേഖലയിലേക്ക് വാഹനം ഓടിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴാണ് അവിടെ വടത്തിൽ കുരുങ്ങി വീണത്. ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.